വേടൻ വീണ്ടും അകത്ത്. വേടന്റെ പാട്ടും ഗൗരിയുടെയും വേടന്റെയും പാട്ട് വേണ്ട എന്ന് കാലിക്കറ്റ് സർവകലാശാല നിയോഗിച്ച നിയോഗിച്ച ഡോക്ടർ എം ബഷീറിന്റെ സമിതി കണ്ടെത്തി. എന്നാൽ പഠന ബോർഡ് ഇപ്പോൾ വീണ്ടും പറയുന്നു ആ കണ്ടെത്തലിനെതിരെ ശിവൻകുട്ടി മന്ത്രിയും SFIയും AISFും മറ്റുള്ള അതായത് BJP സംഘപരിവാർ സംഘടനകളോട് ബാക്കി എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കി ആ പാട്ട് വേണം. അങ്ങനെ ആ പാട്ട് വേണമെന്നുള്ള ബഹളം ഉണ്ടാക്കിയപ്പോൾ പഠന ബോർഡിന്റെ മേധാവിയായിട്ടുള്ള ഡോക്ടർ MS അജിത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ഒരു MM ബഷീർ പറഞ്ഞതുകൊണ്ട് മാത്രം ഈ പാട്ട് കളയില്ല, ആ പാട്ട് ഞങ്ങൾ തിരിച്ചെടുക്കും. അപ്പോൾ വേടന്റെ രാഷ്ട്രീയം സംസ്ഥാനത്ത് ഇങ്ങനെ അടിച്ചുയരുകയാണ്. അത് സംഘരാഷ്ട്രീയവുമായും സംഘീയ അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമായും വളരെ വളരെ വലിയ തോതിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവസാനം വീണ്ടും ഒരു ട്വിസ്റ്റ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഉണ്ടായിരിക്കുകയാണ്. വേടന്റെ പാട്ട് ഉൾപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ അവസാനത്തെ നിലപാട്. ഇനി സിൻഡിക്കേറ്റ് എന്ത് നിലപാടെടുക്കും, പിന്നെ VC എന്ത് നിലപാടെടുക്കും, ഗവർണർ എന്ത് നിലപാടെടുക്കും, ഇനി ആരെങ്കിലും കോടതി പോകുമോ? ഇപ്പോൾ തന്നെ 5 പരാതി സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നുള്ള 5 പരാതി, അനുരാജ് എന്ന് പറയുന്ന ഒരു സിൻഡിക്കേറ്റ് മെമ്പർ BJPയുടെ, പിന്നെ ബാക്കി 5 പേരുടെ പരാതിയുടെ പുറത്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ പരാതികളാണ് വരാൻ പോകുന്നത്? എന്തായാലും വേടൻ അകത്ത് പുറത്ത് വേടന്റെ പാട്ട് വേണം വേണ്ട വേണ്ടണം ഇങ്ങനെ വിവിധ രൂപത്തിൽ കറങ്ങുകയാണ്. എന്തായാലും ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്ന ഇപ്പോൾ MM ബഷീർ രവീന്ദ്രൻ പിന്നെ നമ്മുടെ വൈസ് ചാൻസലർ VC വെച്ച ഡോക്ടർ രവീന്ദ്രൻ വെച്ച കമ്മിറ്റി MM ബഷീർ പറഞ്ഞത് വേണ്ട എന്നാണ്. എന്നാൽ ഡോക്ടർ MS അജിത്ത് പറയുന്നു വേണമെന്നാണ്. അപ്പോൾ നല്ല രസമാണിത് കാണാൻ. കാരണം നമുക്കിത് ഈ ചക്കളത്തിൽ പോരാട്ടം ഈ ഗ്രൗണ്ടിൽ ഇരുന്ന് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഗാലറിയിൽ ഇരുന്ന് കൈയടിച്ച് ഇങ്ങനെ കൈയൊക്കെ ചൊറിഞ്ഞ് കണ്ടുകൊണ്ടിരുന്നാൽ മതി. കാരണം എന്താ അറിയാമോ, ഒരാൾ പറയും വേണമെന്ന്, വേറെ ആൾ പറയും വേണ്ടെന്ന്. ഇവിടെ പിള്ളേരൊക്കെ ഇവിടെ നിന്ന് കയറി പോകുന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാ പിള്ളേർ 10-80,000 പിള്ളേർ മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കോളേജുകൾ പൂട്ടുന്നു, അധ്യാപകർ ബെറോട്ട അടിക്കാൻ പോകുന്നു. അതുകൊണ്ട് അതൊന്നൊരു വിഷയമല്ല. പിന്നെ പിള്ളേർ സ്കൂളൊക്കെ പൊളിഞ്ഞു വീഴുന്നുണ്ട്, പിള്ളേർ മാറിപ്പോകും. CBSE സ്കൂളിലും ICSE സ്കൂളിലൊക്കെ പിള്ളേർ ഇനിയിപ്പോൾ മാറിപ്പോകും. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കിവിടെ അടിച്ച് പൊളിക്കാം, ദ്വന്ദ്വ യുദ്ധം നടത്താൻ നമുക്ക് അങ്ങോട്ട് പൊളിക്കാം. എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പൊളിക്കുന്നത്? സൂമ്പ, ചിഞ്ചുറാണി വക സൂമ്പ, പിന്നെ ശിവൻകുട്ടി വക തള്ള്, ഓരോരുത്തരും അവരവരുടെ പറ്റുന്ന രീതിയിൽ സാംസ്കാരിക മന്ത്രിയുടെ തള്ള്, വീണയുടെ വക തള്ള്, ഓരോരുത്തരും തള്ളി മറിച്ച് നമുക്ക് പോകും. അതിൻ്റെ ഇടയിൽ കൂടി വേടൻ കേടി ഓടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വേടൻ വീണ്ടും ഫുട്ബോളിലായിരുന്നു. അത് MM ബഷീർ ചവിട്ടി റോഡിൽ കളഞ്ഞു. വേറെ വണ്ടി ഇടിക്കാതെ വീണ്ടും അദ്ദേഹത്തെ ഫുട്ബോളിൽ കയറ്റി ഇപ്പം നിർത്തിയിരിക്കുകയാണ്. MS അജിത്ത് കൂടി ചിലപ്പോൾ വണ്ടിക്കകത്ത് കയറ്റുമ്പോഴും അതിനകത്ത് വീണ്ടും തല്ലും ബഹളം ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വേടൻ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? വേടൻ ഒരു കവിത എഴുതിപ്പോയി അല്ലെങ്കിൽ പാട്ട് പാടിപ്പോയി എന്നുള്ളതാണ് വേടൻ ചെയ്ത തെറ്റ്. പിന്നെ ഗൗരിയും അതുപോലെ തന്നെ. നിങ്ങൾ ഈ പാടാനും എഴുതാനും ഒക്കെ പോകുന്നതാണ് ഈ പ്രശ്നം. എന്തായാലും വേടൻ അകത്താണോ പുറത്താണോ ആർക്കാണ് അറിയുക?